അപ്പൊ കോണിക് സെക്ഷനകത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കോണിക്കിന്റെ പേരെന്താണ്? കോണിക്കിന്റെ പേരെന്താണ്? സർക്കിൾ. എന്താണ്? അപ്പൊ ഈ സർക്കിൾ എന്ന് കേൾക്കുമ്പോഴേ പൊതുവെ കേരള സിലബസിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നവർക്കെല്ലാം ചങ്കിടിപ്പ് കൂടുതലാണ്. എന്താ കാര്യം? ഒന്നാമത്തെ 10ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഒരു പാഠം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സർക്കിൾസ്. കുറെ ആംഗിളിന്റെ പരിപാടി അല്ലേ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാൻജന്റ് എന്ന് പറഞ്ഞൊരു പാഠം പഠിച്ചു. അവിടെയും പിന്നെയും സർക്കിളുമായി ബന്ധപ്പെട്ട സംഗതി. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടാകുന്നത്. എവിടെ? 10ാം ക്ലാസ്. അതൊന്നുമല്ല എവിടെ പഠിക്കാനുള്ളത്? പ്ലസ് 1 പഠിക്കാം. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ജോമെട്രി ആൻഡ് ഓൾജിബ്രയ്ക്കകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഈ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോ മീനാക്ഷി മാഡം ഒന്ന് എഴുന്നേറ്റിട്ട് ആ ജനറൽ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചേ. ഒരു പക്ഷേ മാത്തമാറ്റിക്സിലെ മറ്റു പല ജോമെട്രിക്കൽ ഫിഗറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയതും നമ്മൾ ഒരു പക്ഷേ നിത്യേന കാണുന്ന വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ തവണ കാണുന്നതുമായ ഒരു ഷേപ്പാണ് ഏതെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. ഇതിന്റെ ആപ്ലിക്കേഷൻ. ഏതിന്റെ ആപ്ലിക്കേഷൻ? ഈ സർക്കിൾ എന്ന് പറയുന്നതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സർക്കിളിന്റെ പഠനത്തിന് മാത്തമാറ്റിക്സിൽ വലിയ പ്രാധാന്യം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത്. നമ്മൾ 10ാം ക്ലാസ് ഒന്ന് സ്മരിച്ചതാണ്. നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ സർക്കിളുമായി ബന്ധപ്പെട്ട പല ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്. അനലിറ്റിക്കൽ മെത്തേഡ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സർക്കിളിന്റെ കുറച്ച് ഇക്വേഷൻ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പിടി കിട്ടിയല്ലോ. അപ്പൊ ഐശ്വര്യ പ്രകാശ് ഇരുന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫ് വായിക്കൂ. റേഡിയസ് ഓഫ് ദി ഇരിക്കും. ഇത് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. എന്താണ് സർക്കിൾ എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ പശുവിനെ വളർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പലപ്പോഴും പശുവിനെ ആളുകളൊന്നും താമസമില്ലാത്ത എന്നാൽ പുല്ല് കയറി കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പുല്ല് തിന്നാനായിട്ട് അവിടെ കൊണ്ടുവന്ന ഒരു കമ്പി അങ്ങനെ അടിച്ച് ഉറപ്പിച്ചിട്ട് അതിലോട്ട് ഒരു കയറ് കെട്ടി ആ കയറിനറ്റത്തായിരിക്കും പശു കൊണ്ട് നിൽക്കും. ഈ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്താണ് ആ പശുവിനെ കൊണ്ട് നിർത്തുന്നതെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോ അത്രയും സ്ഥലം ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ കാണാൻ പറ്റും. എങ്ങനെ? അവിടുത്തെ പുല്ലെല്ലാം പോയിട്ട് മണ്ണ് കാണത്തക്ക വിധത്തിൽ എന്ത് ഷേപ്പിലിരിക്കും? സർക്കുലാർ ഷേപ്പിലിരിക്കും. ഒരു നിശ്ചിത ബൗണ്ടറി വരെ അത് പോയിട്ടുള്ളൂ. ഈ ബൗണ്ടറി ഏതാണ്? ആ കമ്പിയിൽ നിന്ന് പശുവിന്റെ കഴുത്ത് വരെ ഒരു കയർ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അവിടം വരെ മാത്രമേ ഈ പശുവിന് ഈ റൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും ഏരിയയിൽ എന്ത് പോയിരിക്കുന്നത്? പുല്ല് പോയി. അപ്പൊ ഇതേ ഐഡിയയിൽ പറഞ്ഞാൽ നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ സർക്കിൾ എങ്ങനെയായിരുന്നു വരയ്ക്കുന്നത്? ഒരു കോമ്പസ് എടുക്കും. കോമ്പസിന്റെ ഒരറ്റത്ത് പെൻസിൽ വെക്കും. ഈ പെൻസിലിന്റെ മുനയും കോമ്പസിന്റെ മുനയും തമ്മിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ആദ്യം സെറ്റ് ചെയ്യും. എന്നിട്ട് കോമ്പസിന്റെ മുന എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തി പെൻസിലിന്റെ മുന കറക്കിയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? സർക്കിൾ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കോമ്പസിന്റെ മുനയും പെൻസിലിന്റെ മുനയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? സർക്കിൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സർക്കിൾ ഈസ് ദി യൂണിയൻ ഓഫ് ഓൾ പോയിന്റ്സ്. യൂണിയൻ മീൻസ് കൂട്ടം. ആരുടെ? എല്ലാ പോയിന്റുകളും. എങ്ങനെയുള്ള പോയിന്റുകൾ? വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് കണക്കിൽ പറയുന്ന പേരാണ് അശ്വിനി ശ്രീകുമാർ. പശയുടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. പേരാണ് എന്ത്? സർക്കിൾ.
ഈ ഫിക്സഡ് പോയിന്റിനെ ശ്രാവൺ നമ്മൾ എന്ത് വിളിക്കുന്നു? സാർ എന്ത് വിളിച്ചാലും എനിക്ക് വിരോധമൊന്നും. സെന്റർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സെന്റർ. ഈ ഫിക്സഡ് ഡിസ്റ്റൻസിനെ എന്ത് വിളിക്കുന്നു? റേഡിയസ്. ഈ മൂന്ന് കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പരീക്ഷയ്ക്ക് നിങ്ങളോട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് സർക്കിൾ, വാട്ട് ഈസ് സെന്റർ, വാട്ട് ഈസ് റേഡിയസ് എന്നൊന്നും എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. പക്ഷെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ സംഗതി. അത്രയും കാര്യം പിടി കിട്ടിയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തൊരു ഹെഡിങ് ആണ്, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബോർഡിലേക്ക് നോക്കാം. 10ാം ക്ലാസ്സിൽ നമ്മൾ സർക്കിളിന്റെ ഇക്വേഷനെ കുറിച്ച് വേണ്ടി ഇങ്ങനെയാണ് പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോർഡെ നോക്കിയിരിക്കണം. ഇത്രയും നമ്മളൊരു സർക്കിൾ പരിഗണിക്കുന്നു. ആ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് എച്ചും കെയും. സെന്ററിന്റെ കോർഡിനേറ്റ് അടുത്ത ശനിയാഴ്ച ഇതൊക്കെ ചോദിക്കും. ചിലപ്പോൾ ബോർഡെ വിളിച്ച് പടം വരച്ച് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാലേ അന്ന് ഇതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് ആരാണ്? എച്ച്. സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഏതൊരു പോയിന്റിനെയും നമുക്ക് എന്ത് വിളിക്കാം? എക്സ് വൈ. സോ എക്സ് വൈ ഈസ് എനി പോയിന്റ് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. അങ്ങനെ വരുമ്പോൾ അശ്വിനി ശ്രീകുമാർ ഈ സർക്കിളിന് ഒരു റേഡിയസ് കൊടുക്കാം. ആ റേഡിയസ് എന്തായിട്ട് എടുക്കുന്നു? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ സർക്കിളിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തുവരും സർക്കിളിന്റെ ഇക്വേഷൻ? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ഇതെങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അറിയാമല്ലോ. ഇവര് രണ്ടുപേര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കും. അപ്പൊ റൂട്ട് ഓഫ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ. അത് റൂട്ടിനകത്താണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഇത്രേ സർക്കിളിന്റെ റേഡിയസിനോട് ഈക്വലാണ്. ആ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? സ്ക്വയർ എടുക്കുന്നു. അപ്പോഴാണ് ഇവിടുത്തെ റൂട്ട് പോകുകയും 6 ആരായി മാറുകയും ചെയ്യുന്നത്? ആർ സ്ക്വയർ. അപ്പൊ ഒന്നുകൂടെ, ഒരു സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് എച്ചും കെയും, അതിന്റെ റേഡിയസ് 6ഉം, എക്സ് വൈ എന്ന് പറയുന്നത് സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. അത്രയും കാര്യം ഓക്കെ ആണല്ലോ. നമുക്ക് ഇത് കൂടാതെ 10ാം ക്ലാസ്സിൽ ഒരു കണക്ക് പഠിപ്പിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഇത് +1 വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ദി ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ്. ആരുടെ ജനറൽ ഇക്വേഷൻ? സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ് ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. സ്വാഭാവികമായിട്ടും നമുക്ക് പല സംശയങ്ങളും കടന്നു വരാം. എന്തൊക്കെ സംശയം? എച്ച് എന്താണ്? ജി എന്താണ്? എഫ് എന്താണെന്നൊക്കെ ഉള്ള സംശയം കടന്നു വരാം. ഒന്നുമില്ല, വേണ്ട. ഈ കിടക്കുന്ന ഇക്വേഷൻ കണ്ടു. ഇതിനെ ഇവരെ രണ്ടുപേരെയും നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു വൈ സ്ക്വയർ വരും. അപ്പൊ ഒരു എക്സ് സ്ക്വയറും ഒരു വൈ സ്ക്വയറും ഉണ്ടല്ലോ. അങ്ങനെ ഇത് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് അതിനകത്തിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഒരു ജനറൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയെടുക്കും. അപ്പൊ എന്താണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ്. ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോയഫിഷ്യന്റ്
എല്ലായ്പ്പോഴും എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റും 1 ആയിരിക്കണം, വൈ സ്ക്വയറിന്റെ കോയഫിഷ്യന്റും. നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിൽ 2x² പ്ലസ് 2y² എന്ന് കണ്ടാൽ നിങ്ങൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മീനാക്ഷി ആ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ ജനറൽ ഇക്വേഷൻ അകത്ത് x² y² കോയഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ഒന്നുകൂടെ പറയൂ, എന്താണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ? x² പ്ലസ് y² പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ്. അപ്പോൾ ശ്രീപൂർണെ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ഈ രൂപത്തിൽ നയനെ നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ തരും. ഈ രൂപത്തിൽ നമുക്ക് എന്ത് തരുന്നു? ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. എന്നിട്ട് നമ്മളോട് ആ സർക്കിളുമായി ബന്ധപ്പെടുന്ന 2 പേരെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. ഒന്ന് അതിന്റെ സെന്ററും 2 അതിന്റെ റേഡിയസും. ഒന്ന് അതിന്റെ സെന്ററും. സ്കൂളിൽ പഠിപ്പിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കൂ. സെന്റർ ഓർമ്മ പുതുക്കാൻ പറഞ്ഞത് എന്നോട് പുതുക്കാനാണ് പറഞ്ഞത്, അയലത്തുകാരോട് എല്ലാം കൂടെ പുതുക്കാൻ പറഞ്ഞില്ല. അറിയോ? √x² പ്ലസ് y². ആരത് പറഞ്ഞത്? ഇത്രയല്ലയോ? തെറ്റാണ്. സെന്റർ -g, -f. -g, ഇനി ഇതിനൊരു റേഡിയസ് ഇല്ലയോ? ആ റേഡിയസ് എന്ന് പറയുന്നത് √g² പ്ലസ് f² മൈനസ് c ആണ്. √g² പ്ലസ് f² മൈനസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മൾ ആ ഇക്വേഷനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് ആരുടെയൊക്കെ വില എഴുതണം? ജിയുടെ വില, എഫിന്റെ വില, സിയുടെ വില. ഇവരുടെ 3 പേരുടെ വില ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആ വില ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കാം? സെന്ററും കണ്ടുപിടിക്കാം, റേഡിയസും കണ്ടുപിടിക്കാം. ഒന്നുകൂടെ, എന്താണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ? x² പ്ലസ് y² പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ് c is equal to 0. ഇതിനകത്തിൽ നിന്ന് സെന്റർ എങ്ങനെ കണ്ടുപിടിക്കും? -g, -f. ഇതിനകത്ത് നിന്ന് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? √g² പ്ലസ് f² മൈനസ് c. ഇത് കൂടാതെ 10ാം ക്ലാസ്സിലെ ഒരു ഐഡിയയും കൂടെ പറഞ്ഞാൽ നമ്മുടെ തിയറി തീർന്നു. നമ്മൾ ഒറിജിൻ സെന്ററും r റേഡിയസ് ഉള്ള ഒരു സർക്കിളും പരിഗണിക്കും. ആരാണ് ഈ ഒറിജിൻ എന്ന് പറഞ്ഞത്? അല്ല, അതെനിക്ക് മനസ്സിലായത്, ഒന്നുകൂടെ വിശദീകരിക്കും. x ആക്സസും y ആക്സസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആര്? ഒറിജിൻ. ആ ഒറിജിന്റെ കോർഡിനേറ്റ് 0, 0. അപ്പൊ 0, 0 സെന്ററും r റേഡിയസുമുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x² പ്ലസ് y² is equal to, ഇതെങ്ങനെ കിട്ടി? ഈ ഇക്വേഷനിൽ എച്ചിന് പകരം 0 എന്നും kക്ക് പകരം 0 എന്നും കൊടുക്കുമ്പോ x - 0 the whole square plus y - 0 the whole square equal r². അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് കിട്ടുന്നത്? x² പ്ലസ് y² ഈക്വൽ. അപ്പൊ എക്സാമിനേഷന് പ്രോബ്ലം ചെയ്യാൻ ദേവനന്ദേ നമുക്ക് 2 റിസൾട്ടുകളാണ് ആവശ്യം. ഒന്ന്, ഒരു സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് h k, അതിന്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ് ആണ് xy, സർക്കിളിന്റെ റേഡിയസ് r. ഇത്രയും ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x - h the whole square plus y - k the whole square is equal to r². രണ്ടാമത്തേത്, സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? x² പ്ലസ് y² പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ് c is equal to 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെന്ററിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? -g, -f. റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? √g² പ്ലസ്
എഫ് സ്ക്വയർ മൈനസ് സി. ഇന്നലെ നിങ്ങൾക്ക് അപ്പുറത്ത് റുക്സാന ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് പ്ലസ് ടുക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്ക് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധ കൂടുതലുള്ളവരായതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ ചാപ്റ്ററിന്റെ പേര് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്. എന്താണ് അവിടെ പഠിക്കുന്നത്? ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് ആണ്. ഏരിയ അണ്ടർ സിമ്പിൾ കർവ് ആണ്. അവിടുത്തെ പ്രോബ്ലങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ളവർ: ഒന്ന് സർക്കിൾ, രണ്ട് ഇനി പഠിക്കാൻ പോകുന്ന പരാബോള, then അതിനുശേഷം പഠിക്കാൻ പോകുന്ന എലിപ്സ്. ഇവരെ മൂന്ന് പേരെ ചുറ്റിപ്പറ്റിയാണ് ആ പാഠത്തിലെ എല്ലാ കണക്കുകളും. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് ബോർഡിലേക്കൊക്കെ വിളിച്ചിട്ടായിരുന്നു, അവരുടെയും കൂടി ഒരു സജീവ പങ്കാളിത്തത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്തത്, മുന്നോട്ട് കൊണ്ടുപോയത്. മിടുക്കരായ ആളുകളെ അപ്പൊ തന്നെ അഭിനന്ദിക്കുകയും അവർക്കുള്ള മൊമെന്റോ കൊടുത്ത് അവരെ യഥാസ്ഥാനത്ത് കൊണ്ടിരുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ബുക്കൊന്നും കൊണ്ട് കളയരുത്. ഇതൊക്കെ നമുക്ക് അടുത്ത വർഷം ഇതേ സമയമാകുമ്പോ വീണ്ടും ആവശ്യമായിട്ട് വരും. ഇത്രയും തിയറി പോർഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഓൾ സ്റ്റാൻഡപ്പ്. ബാലുവിന് ഇത്രയും തിയറി മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഏത് സർക്കിളിന്റെ ഒറിജിൻ സെന്ററും ആർ റേഡിയസുമുള്ള ഒരു സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ. എല്ലാവരും ഇവിടെ നോക്കിയിരിക്കാം. ആരും ഇപ്പൊ ഫോട്ടോ കോപ്പിയിലൊന്നും നോക്കണ്ട. ആരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? ഒറിജിൻ. ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0. അപ്പൊ സർക്കിളിന്റെ സെന്റർ 0 0. റേഡിയസ് എന്താണെന്ന് പറയുന്നുണ്ട്? 6 ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്തായിരിക്കും സർക്കിളിന്റെ ഇക്വേഷൻ? അത് നമ്മുടെ സാധാരണ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എന്നിട്ട് എച്ചിനും കെയ്ക്കും പകരം എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ എന്തോ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ. ഒരു മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ അവസാനത്തെ ആളിനെ മാത്രം എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. മാർക്ക് അനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് എഴുതേണ്ടത്. എക്സാമ്പിൾ 1 വല്ല ഡൗട്ട് ഉണ്ടോ? ഉറപ്പാണല്ലോ. ഓക്കെ. അശ്വിനി ശ്രീകുമാർ എക്സാമ്പിൾ 2 ഒന്ന് വായിക്കൂ. ബാലുവിന് എക്സാമ്പിൾ 1 മനസ്സിലായോ? മനസ്സിലായി സാർ. എല്ലാവരും ഫോട്ടോ കോപ്പി മാറ്റി വെക്കുക, ബോർഡിലേക്ക് നോക്കുക. അശ്വിനി, ആ ചോദ്യം ആരെ കുറിച്ചാണ്? സർക്കിളിനെ കുറിച്ച്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സെന്റർ -3 2 ആണ്. സെന്റർ എവിടെ കിടക്കുന്നു? -3 2 ആണ്. അടുത്തത് റേഡിയസ് എത്രയാണ്? റേഡിയസ് 4 ആണ്. ഇങ്ങനെയുള്ള ഒരു സർക്കിളിന്റെ എന്തെഴുതണം? ഇക്വേഷൻ എഴുതണം. ഇരിക്കൂ കുട്ടി. എങ്ങനെ എഴുതും സർക്കിളിന്റെ ഇക്വേഷൻ? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. വില കൊടുത്ത് പറയൂ. എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus 2 the whole square is equal to 4 square. അപ്പോൾ നയനെ എക്സ് മൈനസ് 3 എങ്ങനെ എഴുതും? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. എത്രയാണ്? സാധാരണഗതിയിൽ ഇത്രയും എഴുതിയാൽ മതി. ചിലപ്പോ ചില കണക്കിനകത്തിലൊക്കെ പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലും ഇതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യണം? അല്ലേ? എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? എന്ത് കിട്ടുന്നത്? അവരാ പറഞ്ഞിരിക്കുന്ന പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റിന്റെ ആൻസർ ഒക്കെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നു. വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ അനുസരിച്ച് ഇവിടം വരെ മാത്രം എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കാം.
ആ ഇതാണ് നമ്മൾ മുമ്പേ ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞ് പഠിച്ചില്ലേ? ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. എന്തോ ഇത്ര കണ്ടുപിടിക്കേണ്ടത്? ഒരു സർക്കിളിന്റെ സെന്ററും കണ്ടുപിടിക്കണം, ആ റേഡിയസും കണ്ടുപിടിക്കണം. അതിനെന്തോ തന്നേക്കുന്നേ? ആ ആ ആ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x പ്ലസ് 8x പ്ലസ് 10y ആണോ? പ്ലസ് 10y മൈനസ് 8 ഇസ് ഈക്വൽ ടു, വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ ഇരിക്കും. എന്ത് രൂപത്തിൽ തന്നേക്കുന്നു? ജനറൽ ഫോം. എന്ത് രൂപത്തിലാണ്? അപ്പോൾ ശ്രാവൺ സാർ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതിനെ എടുത്ത് അതിന്റെ ജനറൽ ഫോമുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യുമല്ല, കമ്പയർ ചെയ്യണം. എന്ത് ചെയ്യണം? കമ്പയറിംഗ് വിത്ത് ദി കമ്പയറിംഗ് വിത്ത് ദി ജനറൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. കമ്പയറിംഗ് വിത്ത് ദി ജനറൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ജനറൽ ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്തൊരു ജനറൽ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gxa പ്ലസ് 2fy പ്ലസ് c is equal to, ഇത് രണ്ടുകൂടാണ് ആകാശം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യേണ്ടത്. ഫോട്ടോ കോപ്പി അടച്ചു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോ രണ്ടിടത്തും ആരുണ്ട്? എക്സ് സ്ക്വയർ. രണ്ടിടത്തും ആരുണ്ട്? ഇത്രയും വൈ സ്ക്വയർ ഉണ്ട്. അപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് എന്താണ്? 8. ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് 2g. അപ്പൊ എങ്ങനെ കമ്പാരിസൺ? 2g is equal to 8. So g equal 8/2. അപ്പൊ g equal, ഓക്കെ. അടുത്തത്, ഇവിടെ വൈയുടെ കോയഫിഷ്യന്റ് എന്താണ്? 10. ഇവിടെ വൈയുടെ കോയഫിഷ്യന്റ് 2f. അപ്പൊ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? 2f is equal to 10. അപ്പോൾ f equal 10/2. അപ്പോൾ f equal 5. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ? -8. ഇവിടുത്തെ കോൺസ്റ്റന്റ് c. അപ്പൊ രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ c ഈക്വൽ, അപ്പൊ കമ്പയർ ചെയ്താൽ നമ്മൾ g യുടെ വില എഴുതി, എഫിന്റെ വില എഴുതി, c യുടെ വില എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കണം? സെന്റർ കണ്ടുപിടിക്കണം. എന്തുവായിരുന്നു നമ്മുടെ സെന്ററിന്റെ കോർഡിനേറ്റ്? -g, -f ഈക്വൽ -4, സെന്റർ കിട്ടിയോ? കിട്ടി. ഇനി റേഡിയസ് പറഞ്ഞാട്ടെ. റേഡിയസ് ഈക്വൽ റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് ഈക്വൽ റൂട്ട് ഓഫ് പറഞ്ഞാട്ടെ 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 8 ഈക്വൽ റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, -8 പ്ലസ് 8. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 16ഉം 25ഉം 8ഉം കൂടി ആഡ് ചെയ്ത് 49. കിരൺമോനെ 49. 49ന്റെ റൂട്ട്. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് പറയട്ടെ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഒരു സർക്കിൾ. ആ സർക്കിളിന്റെ സെന്റർ -4 -5. അതിന്റെ റേഡിയസ് 7. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ലേ? എന്ത് ഇക്വേഷൻ? x minus h the whole square plus y minus k the whole square is equal to r square. അപ്പൊ x minus -4 the whole square plus y minus -4. അപ്പൊ അത് y plus 4 the whole square is equal to 7ന്റെ സ്ക്വയർ 49.
അതിനെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x പ്ലസ് 10y മൈനസ് 8 ഈക്വൽ 0 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തോ ഇതിന്റെ റിവേഴ്സ് പരിപാടി ചെയ്ത്. എന്തോ റിവേഴ്സ് പരിപാടി? ജനറൽ ഇക്വേഷൻ അവർ തന്നു, നമ്മൾ അതിനകത്തിൽ നിന്ന് ആ സർക്കിളിന്റെ സെന്ററും റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഓൾ സ്റ്റാൻഡേർഡ് വായിച്ചു നോക്കുക. ബാലുവിന് മനസ്സിലായ എക്സാമ്പിൾ 3. മനസ്സിലായി സാർ. ആ